ആകെ അത്ഭുതപ്പെട്ടു. സുറാഖ നിൽപ്പ് ചോദിച്ചു, മുഹമ്മദ്, സ്വന്തം നാട്ടിൽ നിന്നും രാത്രിക്ക് രാത്രി ഒളിച്ചോടുന്ന നീയാണോ കിസ്രയുടെ ആ കിരീടവും രത്നവും എനിക്ക് വാഗ്ദാനം ചെയ്യുന്നത്? അത്ഭുതപ്പെട്ടു സുറാഖ. പക്ഷെ സുറാഖ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? എനിക്ക് അത്ഭുതം ഉണ്ടെങ്കിലും എനിക്ക് ആശ്ചര്യമുണ്ടെങ്കിലും ഇന്നക റജുലുൻ സാദിഖുൻ ലാ തക്ദിബ്, ഒരിക്കലും കളവ് പറയാത്ത സത്യസന്ധനാണെന്ന് എനിക്കത് വിശ്വാസം. അങ്ങനെ സുറാഖയും റസൂലും പിരിഞ്ഞു. റസൂൽ മദീനയിലേക്ക് എത്തി. സുറാഖയുടെ കയ്യിൽ ആ കത്തുണ്ട്. റസൂൽ മദീനയിലേക്ക് എത്തി. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തായി. അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലം കഴിഞ്ഞു. ഉമർ ബിൻ ഖത്താബിൻ്റെ കാലം. ആ സമയമാകുമ്പോഴേക്കും സുറാഖത്ത് ബിൻ മുസ്ലിമായിട്ടുണ്ട്. സുറാഖ മുസ്ലിമായിട്ടുണ്ട്. ആ സമയത്ത് ആ മരുഭൂമി വെച്ച് കാണുന്ന സമയത്ത് മുസ്ലിം ആയിരുന്നില്ല. അതിനുശേഷം സുറാഖ മുസ്ലിമായി. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കിസ്റയും കൈസറും ഒക്കെ കീഴടങ്ങി. മദായിൻ കീഴടങ്ങി. ആ മദീനയിലേക്ക്